പശ്ചിമേഷ്യൻ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു അധ്യായത്തിനാണ് കഴിഞ്ഞ ദിവസം ലോകം സാക്ഷ്യം വഹിച്ചത്. 3 പതിറ്റാണ്ടിലധികം ഇറാനെ ഉരുക്കുമുഷ്ടി കൊണ്ട് ഭരിച്ച പശ്ചിമേഷ്യയിലെ ഇസ്ലാമിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര ബിന്ദുവായ അയത്തുള്ള അലി ഖമേനി US-ഇസ്രായേൽ സംയുക്ത സൈനിക നീക്കത്തിൽ കൊല്ലപ്പെട്ടു. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി എന്ന് നാമകരണം ചെയ്യപ്പെട്ട ഈ മിസൈൽ ആക്രമണം കേവലം ഒരു വ്യക്തിയുടെ അന്ത്യമല്ല, മറിച്ച് ഇറാന്റെയും ആഗോള ഭൗമ രാഷ്ട്രീയത്തിനെ ഗതി മാറ്റുന്ന ഒരു സംഭവമാണ്. ഈ വാർത്തയോട് ലോകം പ്രതികരിച്ചത് തികച്ചും വിരുദ്ധമായ 2 ധ്രുവങ്ങളിൽ നിന്നുകൊണ്ടാണ്. ഒരു വശത്ത് ആഘോഷങ്ങളും മോചനത്തിന്റെ ആരവങ്ങളും ഉയരുമ്പോൾ മറുഭാഗത്ത് കടുത്ത പ്രതിഷേധങ്ങളും അനുശോചനങ്ങളും അലയടിക്കുന്നു. ഖമേനിയുടെ മരണവാർത്തയോട് ഏറ്റവും വൈകാരികമായി പ്രതികരിച്ചവരിൽ ഒരാൾ സ്കൈ ന്യൂസ് ഓസ്ട്രേലിയ അവതാരക റീത്ത പനാഹിയാണ്. അവരുടെ പ്രതികരണം വെറും ഒരു മാധ്യമപ്രവർത്തകയുടെ വാക്കുകളായിരുന്നില്ല, മറിച്ച് ഇറാനിലെ ഭരണകൂട ഭീകരത മൂലം സ്വന്തം നാട് ഉപേക്ഷിക്കേണ്ടി വന്ന ലക്ഷക്കണക്കിന് പ്രവാസികളുടെ വികാരമായിരുന്നു. കുട്ടിക്കാലത്ത് ഇറാനിലെ ഇസ്ലാമിസ്റ്റ് വിപ്ലവത്തിന് പിന്നാലെ കുടുംബത്തോടൊപ്പം പലായനം ചെയ്യേണ്ടി വന്ന വ്യക്തിയാണ് പനാഹി. എനിക്ക് പറയാനുള്ളത് ഇത്രമാത്രം: 47 വർഷത്തെ ഇസ്ലാമിസ്റ്റ് സ്വേച്ഛാധിപത്യത്തിന് ശേഷം ആ ഏകാധിപതി മരിച്ചിരിക്കുന്നു. ഇറാൻ മോചനത്തിന്റെ പാതയിലാണെന്ന് തത്സമയ സംരക്ഷണത്തിനിടെ പറയുമ്പോൾ അവരുടെ കണ്ണുകളിൽ നിഴലിച്ചത് വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിന്റെ സാഫല്യമായിരുന്നു. ഇറാന്റെ ഭരണകൂടത്തെ ഭയന്ന് വർഷങ്ങളായി ജന്മനാട്ടിലേക്ക് മടങ്ങാൻ കഴിയാത്ത പനാഹി തന്റെ മാതൃഭാഷയായ പേർഷ്യനിൽ കടുത്ത വാക്കുകളിലൂടെയാണ് ഖമേനിയോട് വിട പറഞ്ഞത്. നീ നരകത്തിൽ കത്തി അമരട്ടെ എന്നും നിന്റെ തലയിൽ മണ്ണ് വീഴട്ടെ എന്നും അർത്ഥം വരുന്ന പേർഷ്യൻ ശാപവാക്കുകൾ അവർ തത്സമയം പ്രയോഗിച്ചത് ആഗോള തലത്തിൽ വലിയ ചർച്ചയായി. പനാഹിയുടെ ഈ വീഡിയോ ദശലക്ഷക്കണക്കിന് ആളുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ കണ്ടത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർണായകമായ തീരുമാനമാണ് ഖമേനിയുടെ വധത്തിലേക്ക് നയിച്ചത്. ലോകം ഏറെക്കാലമായി ഭയന്നിരുന്ന ഒരു നീക്കം ട്രംപ് യാഥാർത്ഥ്യമാക്കിയപ്പോൾ അതിനെ ധീരമായ നടപടി എന്നാണ് പനാഹിയെ പോലെയുള്ളവർ വിശേഷിപ്പിച്ചത്. ഖമേനിയുടെ മരണം സ്ഥിരീകരിച്ചുകൊണ്ട് സംസാരിക്കവേ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരയായ വ്യക്തികളിൽ ഒരാളായിരുന്നു അദ്ദേഹം എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. ഇറാന്റെ ആണവ മോഹങ്ങൾക്കും മേഖലയിലെ ഭീകരവാദ പിന്തുണയ്ക്കും ഖമേനിയുടെ അന്ത്യത്തോടെ അറുതിയാകുമെന്നാണ് വാഷിംഗ്ടൺ കണക്കുകൂട്ടുന്നത്. ഖമേനിയുടെ മരണം ഒരു തുടക്കം മാത്രമാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും വ്യക്തമാക്കി. വരും ദിവസങ്ങളിൽ ഇറാന്റെ ആയിരക്കണക്കിന് സൈനിക ലക്ഷ്യങ്ങൾ തകർക്കും എന്നും ഇറാന്റെ സ്വാധീനം മേഖലയിൽ നിന്ന് തുടച്ചു നീക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഖമേനിയുടെ മരണം ഇറാനിലെ ജനതയെ 2 തട്ടിലായി തിരിച്ചിരിക്കുകയാണ്. 36 വർഷത്തെ ഭരണത്തിനിടെ ഖമേനി സമ്പാദിച്ച അനുയായികളും ശത്രുക്കളും തമ്മിലുള്ള അന്തരം ഇപ്പോൾ തെരുവുകളിൽ പ്രകടമാണ്. ഖമേനിയുടെ മരണം സ്ഥിരീകരിച്ച വാർത്ത വായിച്ച ഇറാനിലെ സർക്കാർ ചാനലുകളിലെ അവതാരകർ തത്സമയ സംരക്ഷണത്തിനിടെ കരയുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. ഭരണകൂടത്തോട് കൂറ് പുലർത്തുന്ന ഒരു വലിയ വിഭാഗത്തിന് അദ്ദേഹം അവരുടെ ആത്മീയവും രാഷ്ട്രീയമായ വഴികാട്ടിയായിരുന്നു. അതേസമയം ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭങ്ങളിലും സാമ്പത്തിക പ്രതിസന്ധിയിലും വീർപ്പ് മുട്ടിയിരുന്ന സാധാരണ ജനങ്ങളിൽ ഒരു വിഭാഗം ഈ വാർത്തയെ ആഘോഷത്തോടെയാണ് സ്വീകരിച്ചത്. ഭരണകൂടത്തിന്റെ കണ്ണ് വെട്ടിച്ച് മധുരം വിതരണം ചെയ്യുന്നവരുടെയും പടക്കം പൊട്ടിക്കുന്നവരുടെയും വീഡിയോകൾ പ്രവാസി ഇറാനികൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഈ കൊലപാതകത്തോട് ലോകം മുഴുവൻ ഐക്യപ്പെട്ടില്ല എന്നതാണ് ഭൗമരാഷ്ട്രീയപരമായ വെല്ലുവിളി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ നീക്കത്തെ കടുത്ത ഭാഷയിൽ അപലപിച്ചു. ഖമേനിയുടെ വധം മനുഷ്യധർമ്മത്തിന്റെയും അന്താരാഷ്ട്ര നിയമങ്ങളുടെയും നഗ്നമായ ലംഘനമാണെന്ന് റഷ്യ ആരോപിച്ചു. റഷ്യയുടെ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായിരുന്നു ഇറാൻ. യുക്രൈൻ യുദ്ധത്തിൽ ഉൾപ്പെടെ ഇറാന്റെ പിന്തുണ ലഭിച്ചിരുന്ന പുടിന് ഖമേനിയുടെ മരണം വലിയൊരു തിരിച്ചടിയാണ്. ഖമേനിയുടെ കുടുംബത്തോട് അനുശോചനം രേഖപ്പെടുത്തിയ പുടിൻ ഈ കൊലപാതകം മേഖലയിൽ വലിയൊരു യുദ്ധത്തിന് തിരികൊളുത്തുമെന്ന് മുന്നറിയിപ്പ് നൽകി. ഖമേനിയുടെ മരണം ഒരു വ്യക്തിയുടെ അന്ത്യം എന്നതിലുപരി പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങളെ പാടെ തകർത്തിരിക്കുകയാണ്. ഖമേനിയുടെ പിൻഗാമി ആരായിരിക്കും എന്നത് വലിയ ചോദ്യചിഹ്നമാണ്. ഇറാന്റെ ഭരണകൂടത്തിനുള്ളിൽ തന്നെ അധികാരത്തിനായി വലിയ പോരാട്ടങ്ങൾ നടക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള, ഹമാസ്, ഹൂതികൾ തുടങ്ങിയ സംഘടനകൾക്ക് തങ്ങളുടെ പ്രധാന സാമ്പത്തിക സൈനിക സ്രോതസ്സും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇത് ഇസ്രയേലിന് വലിയ സൈനിക മേധാവിത്വം നൽകും. റീത്ത പനാഹിയെ പോലുള്ള ദശലക്ഷക്കണക്കിന് പ്രവാസി ഇറാനികൾ ഇപ്പോൾ ഒരു ജനാധിപത്യ ഇറാനെയും സ്വപ്നം കാണുന്നു. തങ്ങളുടെ ജന്മനാട്ടിലേക്ക് മടങ്ങാൻ അവസരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അവർ. അയത്തുള്ള അലി ഖമേനിയുടെ അന്ത്യം ലോക ചരിത്രത്തിലെ രക്തരൂഷിതമായ ഒരു അധ്യായത്തിന്റെ അവസാനമാണ്. റീത്ത പനാഹിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ അതൊരു മോചനത്തിന്റെ പാത കൂടിയാണ്. എന്നാൽ ആ പാത പൂക്കൾ വിരിച്ചതായിരിക്കില്ല. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും നീക്കങ്ങൾ ഇറാനെ ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്കാണോ അതോ ജനാധിപത്യത്തിലേക്കാണോ നയിക്കുന്നതെന്നത് കണ്ടറിയേണ്ടതുണ്ട്. റഷ്യ പോലുള്ള രാജ്യങ്ങൾ ഈ നീക്കത്തെ എതിർക്കുന്നത് സംഘർഷം കൂടുതൽ ആഗോളവൽക്കരിക്കപ്പെടാനും കാരണമായേക്കാം. ഖമേനിയുടെ മരണം പശ്ചിമേഷ്യയിൽ ഒരു പുതിയ പ്രഭാതമാണോ അതോ വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിന് മുന്നേയുള്ള ശാന്തതയാണോ എന്ന് കാലം തെളിയിക്കും. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ അന്ത്യവും തുടർന്നുണ്ടായ രാഷ്ട്രീയ അസ്ഥിരതയും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം നിർണായകമാണ്. പ്രധാനമായും 2 മേഖലകളിലാണ് ഇതിന്റെ ആഘാതം പ്രകടമാകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതി രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പശ്ചിമേഷ്യയിലെ ഏത് ചലനവും ഇന്ധന വിലയെ നേരിട്ട് ബാധിക്കും. ഇറാനിലെ ഭരണാധികാര ശൂന്യതയും മേഖലയിലെ യുദ്ധസമാനമായ സാഹചര്യവും ആഗോള വിപണിയിൽ
ക്രൂഡ് ഓയിലിന്റെ വില കുതിച്ചുയരാൻ കാരണമാകും. ഇത് ഇന്ത്യയിൽ പെട്രോൾ, ഡീസൽ വില വർദ്ധിപ്പിക്കുകയും തൽഫലമായി നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് വഴിതെളിക്കുകയും ചെയ്യും. സപ്ലൈ ചെയിൻ തടസ്സപ്പെടുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ വെല്ലുവിളിയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഇറാൻ ഒരു തന്ത്രപ്രധാന പങ്കാളിയാണ്. പ്രത്യേകിച്ചും മധ്യേഷ്യയിലേക്കുള്ള ഇന്ത്യയുടെ കവാടമായ ചബഹർ തുറമുഖം പദ്ധതിയുടെ ഭാവി ഇപ്പോൾ അനിശ്ചിതത്വത്തിലാണ്. ഖമേനിക്ക് ശേഷം വരുന്ന ഭരണകൂടം അമേരിക്കയുമായി ഏത് തരത്തിലുള്ള നിലപാട് സ്വീകരിക്കും എന്നത് ഇന്ത്യയുടെ നയതന്ത്ര നീക്കങ്ങളെയും ബാധിക്കും. അമേരിക്കയുമായി അടുത്ത ബന്ധം പുലർത്തുമ്പോഴും ഇറാന്റെ ഊർജ്ജ വിഭവങ്ങളും തന്ത്രപരമായ സ്ഥാനവും ഇന്ത്യക്ക് ഉപേക്ഷിക്കാനാവില്ല. ചുരുക്കത്തിൽ മേഖലയിലെ അസ്ഥിരത ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയെ ബാധിക്കുമ്പോൾ തന്നെ പുതിയ ഭരണകൂടവുമായി ബന്ധം സ്ഥാപിക്കുക എന്നത് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന് വലിയൊരു പരീക്ഷണമായിരിക്കും.